ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് അതിന് ഒരുങ്ങിയിട്ടില്ല, സെറ്റ് മുണ്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് അടിപൊളി സെറ്റ് മുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അല്ലേ ഒരു വീഡിയോ എടുപ്പും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൊച്ചിൻ്റെ വീട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഒരുങ്ങാനുണ്ട്. ഇപ്പോൾ നോക്കിയേ ലുക്ക് എങ്ങനെയുണ്ട്? ഡ്രസ് നല്ല അടിപൊളി ഡ്രസ്സാണ്. കൊച്ചു പിന്നെ അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കണം. എന്ത് ചെയ്യണം? കൊച്ചിന് ഞാൻ അവിടെ വെച്ച് എടുക്കാന്ന് വിചാരിച്ചപ്പോ കൊച്ചി ചേച്ചിക്ക് എന്റെ കോലത്തിൽ എടുപ്പിക്കണ്ട ചേച്ചി, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ കണ്ടാണ് ഞാൻ ചേട്ടനും ഞാനോട് ഇപ്പുറം വന്നത് ഇൻട്രോ പറയാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്. ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഒരുങ്ങിയിട്ട് വരാം. ഒരുങ്ങണ ഭാഗങ്ങളൊക്കെ കുറച്ചായിട്ട് നമുക്ക് കാണാട്ടാ. ഇവിടെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. വലിയ മേക്കപ്പ് അതെ, ടച്ചപ്പ് മാത്രമേ ഇതാക്കണുള്ളൂ. കാരണം എന്റെ കണ്ണ് ഇച്ചിരി കറുത്ത് അല്ലെ ഇരിക്കണോണ്ട് അതൊന്ന് കണ്ണ് മാത്രമേ പണിയണുള്ളൂ. ചെയ്യുന്ന ആളെ കാണിച്ചു തരാം. അതെ, ചെയ്യുന്ന നല്ല കുളത്തിലല്ലാത്തതുകൊണ്ട്. അതെ, നല്ല കുളത്തിലല്ലാത്തതുകൊണ്ട്. അപ്പൊ ചെറിയ സിമ്പിള് മേക്കപ്പ്, സിമ്പിൾ ഒന്നും പറയാൻ പറ്റൂല അല്ലോ ചേ. വളരെ നമ്മള് ഒരു അമ്പലത്തിലൊക്കെ പോകുമ്പോ എങ്ങനെയാണോ അല്ലെ റെഡി ആയിട്ട് കൊണ്ട് ആ ഒരു ലുക്കാണ്. അല്ലാതെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് ആ ഒരു സംഭവം അല്ലട്ടോ ഞങ്ങള് ചെയ്യണത്. വെറുതെ എല്ലാം വെറുതെ ഇങ്ങനെ അല്ലെ. അതെ അതെ, മേക്കപ്പ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിട്ട് മാത്രം ഉള്ളൂ. ഫസ്റ്റത്തെ ഒരു ലുക്ക് കണ്ട, ഇനി വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അതും തീരെ സിമ്പിളാണ്. ഇത് ഇച്ചിരി കുറച്ച് കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് തീരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഇതേപോലെ അല്ലെ ഒരുങ്ങാനും ഒരു പ്രചോദനമായി ആയിക്കോട്ടെ അല്ലോ ചേ. അങ്ങനെ നമ്മുടെ ബിനീഷ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കൊച്ച് റെഡിയാക്കി. കൊച്ചിനെ ഇപ്പൊ കാണിക്കണല്ലോ കാര്യം കൊച്ച് വേറൊരു ലുക്കിലായതായിരുന്നു കൊച്ചിന് ഇപ്പൊ എങ്ങനെ കാണിക്കുന്നത്. ബിനീഷിനെ കാണിക്കാൻ നാടൻ സുന്ദരി കളർഫുൾ നാടൻ സുന്ദരി പറയാം. നല്ല രസമൊക്കെ ഇട്ടത്, നല്ല സ്റ്റൈലി മാല. ഇതവിടെ നിന്നാണ് ഈ മാല? ഞാൻ കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ കൊള്ളാവുന്നതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ എന്താണ് ഒറിജിനലി, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവിടെ. ഇതിപ്പോ കഴിഞ്ഞ പരിപാടി. ഇത് ഒന്ന്, ഇനി വേറൊരു സെറ്റ് കൂടി ഉണ്ടല്ലോ. ഓ, വേറൊരു സെറ്റും കൂടി ഉണ്ട് റെഡി ആവാൻ. പ്രാവശ്യം കൂടി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അത് പറഞ്ഞോട്ടെ എന്തായാലും ഈ നാടൻ ലുക്ക് എങ്ങനെയാണെന്ന് എല്ലാവരും. എന്റെ ഭംഗിയല്ല, ഒരിക്കൽ ആള് കൊച്ചിന്റെ കഴിവ് ഫുള്ള് പുറത്തെടുത്തിട്ടില്ല. കറിക്കൊക്കെ വിതറുന്ന പോലെ കുറച്ച് അങ്ങോട്ട് മുളക് പൊടി വല്ലിപ്പൊടി അതേപോലെ കുറച്ച് ഒന്ന് ഇതാക്കിയതാണ്. മേക്കപ്പ് ഒന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഞങ്ങള് മേക്കപ്പ് വെറുതെ സിമ്പിൾ അല്ലേ, സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് പോലെ അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്ത. ഫോട്ടോഷൂട്ട് ഒന്നും എടുക്കണില്ല, ചെറുതായിട്ടൊന്നും അല്ലേ. കമ്മല് ഇതുകൊണ്ട് ഒരു സെറ്റാണ്. ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കണം. അതിനാണ് ഞാനിങ്ങനെ നിക്കണത്. സത്യത്തിലൊന്നും കണ്ടിട്ടില്ല. എല്ലാ പ്രാവശ്യം അതിന് വേണ്ടിട്ടാണ് ഞാൻ നിക്കണത്. ഇനി അടുത്ത ലുക്ക് കാണട്ടെ. എന്തായാലും പോയി അടുത്ത ലുക്കിൽ പോയിട്ട് അതെ അടുത്ത ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഉറുപ്പ് അടിക്കുന്നുണ്ട് ഏതാണെന്ന് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നല്ല സിമ്പിൾ ആണ്. ഇത് സിമ്പിൾ ആൻഡ് ഹാമ്പിൾ ആണ്. നല്ല ബ്ലാക്ക് ഒക്കെ ആയിട്ട് ബ്ലാക്ക് മാല. ആ ഉറുമ്പും കൂട്ടിലേ നിക്കണത് അങ്ങടെ നീങ്ങി നോട്ടെ. ആ ബെസ്റ്റ് നോക്കിക്കേട് തിരിഞ്ഞു കേട്. ആ നല്ല സിമ്പിൾ ലുക്കിലാണ് വന്നേക്കണത്. അടിപൊളിയാണ്. കൊച്ചിന്റെ കഴിവുകളുടെ പൂർണ്ണത ഇപ്പോഴും എത്തിയിട്ടില്ല. ഞാനാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രസാദം വരെ സെറ്റ് ചെയ്തേ. അപ്പൊ ഞാൻ പറഞ്ഞേ ഇച്ചിരി പഴത്തിന്റെയും ഇതിന്റെയും കുറവുണ്ടെന്ന് പറഞ്ഞപ്പോ കൊച്ചു പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത ലുക്കും ഈ കാണുന്നതാണ്. നല്ല സ്റ്റൈലായിട്ട് അതെ നമ്മുടെ ജിബി ദേ പറഞ്ഞിട്ട്. ജിബി എങ്ങനെയുണ്ട്? എവിടെ കണ്ടിട്ട് പോലില്ല. ഞാൻ ജിബിക്ക് കുറച്ച് വർക്കൗട്ടൊക്കെ പറഞ്ഞു കൊടുക്കണത്. അതൊക്കെ ഞാൻ ജിബിയുടെ ട്രെയിനറായിട്ട് ഉറുമ്പൊക്കെ കടിക്കുന്നുണ്ട്. അങ്ങോട്ട് പൊക്കോ ഇവിടേക്ക് നിറച്ചു ഉറുമ്പുണ്ട്.
ജിബി അതിലേക്ക് വന്നിട്ട് ജിബി ഇനി കുറച്ച് കഴിയുമ്പോ ഫോട്ടോ. അയ്യോ അതേ കൊച്ചിനെ കിട്ടി. അത് കുഴപ്പമില്ല. അത് മിന്നായം പോലെ ഒരു മിന്നായം പോലെ പോയി. ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കരുത്. അപ്പൊ ദേ ഇതൊക്കെയാണ് ലുക്ക്. അപ്പൊ വീട്ടില് അമ്മച്ചിയും പപ്പയും വരുന്നുണ്ട്. അമ്മച്ചിയും പപ്പയും വന്നിട്ടുണ്ടാവും. ജിബിനെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഞങ്ങൾ രണ്ടുപേരും എടുത്തതിൽ അത്ര ഇഷ്ടപ്പെടാറില്ല. ജിബി പ്രൊഫഷണൽ ഫോട്ടോ. അതല്ല ശരിക്കും എന്താണ് ചേരോട് ഞാൻ പറഞ്ഞതാണ് ബ്ലാക്ക് ശരിക്കും അല്ല മുണ്ടും ബ്ലാക്ക് ഷർട്ടും ഇടുവായിരുന്നു. നല്ല ഫോട്ടോ ഓണത്തിനെടുത്തില്ല ജിബി ഞാൻ എത്ര വർഷം അമ്പലത്തിൽ പോകുന്നൊക്കെ എന്തോ പറഞ്ഞായിരുന്നല്ലോ. എന്നോട് അവസാന നിമിഷമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ നിമിഷം ഞാൻ തയ്യാറാവില്ലെന്ന് പറഞ്ഞു. അവസാന നിമിഷം ഞാൻ പറഞ്ഞത് ഉണ്ടായിരുന്നെങ്കിൽ വെറുതെ ഇങ്ങോട്ട് എടുക്കണ്ടേ എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഫോട്ടോ എടുക്കാറുണ്ട്. കൈ പിടിച്ചോണ്ട് ഇവിടുന്ന് എടുത്താൽ മതിയല്ലോ. പിന്നെ ChatGPT-യോട് ഞാൻ നിർത്തിയിട്ട് പറയാം ചേട്ടന് കറുത്ത ഷർട്ട്. അതെ അങ്ങനെ പറഞ്ഞാൽ മതി. ഞാനോട് പറഞ്ഞോട് ജാമ്പിക്കും. അപ്പൊ നമ്മൾ ലുക്കും മുടിയൊക്കെ ആയിരിക്കും എന്റെ ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ദേ ഇവിടെ നിന്ന് ഈ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് ചെയ്യുന്നിട്ടാണ്. പൂവായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പൂവായിട്ട് വന്നിട്ട് ഈ ആർച്ചില് ഇനി ഫുള്ള് നിറയും. ഇതാ ഇത് ഫുള്ള് ഇങ്ങനെ പൂക്കളായി നിറച്ച് പൂക്കളായി. ആ സമയത്ത് നമുക്ക് വേറെ വ്ളോഗ് എടുക്കാം. അത് ശരിയാണ്. പക്ഷെ പൂക്കൾ വരും. നല്ല ഓൾറെഡി ഈ ആർച്ച് ചെയ്ത് വെച്ചങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ചെടികൾ വന്നിട്ട് ഇതേ അയാളുടെ എന്റെ ഇവിടെ നിന്ന് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അയാളുടെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പൊ ഇതിനകത്ത് എന്റെ ഫുള്ളായി കാണും, പേടിക്കണ്ട. എന്റെ സ്റ്റോറി ഫുള്ളായി തീർത്തു. അത് ചേച്ചിയുടെ കുറച്ച് ക്ലിപ്സ് ഇപ്പൊ അടിച്ച് കയറ്റി കൊടുക്കുന്നേ ചെയ്ത ആള് ഇവിടെ കേട്ടാണ്. കുറച്ച് തല മാത്രമേ ഞാൻ കാണിക്കുന്നത്. എനിക്ക് ഒരു ഡ്യൂട്ടി ഇല്ല. സാരി പ്രമോഷൻ, മാല പ്രമോഷൻ, വളകൾ, പിന്നെ എന്താണ് വീഡിയോ കൊച്ചു ഞാൻ എന്തെങ്കിലും കൊടുക്കും. ഞാൻ എന്താണ് ഞണ്ട് കറി വെച്ചോ വന്നപ്പോ തന്നെ കൊച്ചിന്റെ മറ്റേ ചെമ്മീനും ചെമ്മീനും കക്കർച്ചയൊക്കെ ആയിട്ടാണ് വന്നിക്കണത്. അങ്ങനെ ഗുരുദക്ഷിണയൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യമാണ്. അല്ലാണ്ട് ഒരു കാര്യമില്ല. അപ്പൊ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോണത് അമ്മച്ചീനൊന്നും നെട്ടിക്കണം. ഇന്ന തല ഇറങ്ങി വീഴും. സാധനം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോണേണ്ട. എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് മാല തിരിച്ചറിട്ട് മഴ തിരിച്ചാ മനസ്സിലാവില്ല. കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് മാല തിരിച്ചിട്ടു. അത്രേ ഉള്ളൂ. ജീവി ഇവിടെ ചെടി നടക്കും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. ചെടിയൊക്കെ നനച്ച് പിന്നെ ഇവിടുന്ന് കുറച്ച് പേരക്കൊക്കെ പറിച്ച് ഞങ്ങൾ തിന്ന്. അതതിന്റെ അകത്തുണ്ട്. ഞങ്ങൾ തിന്ന് ഓൾറെഡി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ റംബൂട്ടാൻ കംപ്ലീറ്റ് അണ്ണാൻ തിന്ന് വെച്ചിട്ട് തിന്നത് എങ്ങനെ നോക്കാം. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതേ നോക്കി അവിടെ വെച്ചിട്ട് കുരുവൊക്കെ താഴത്തോട്ട് ഇട്ടേക്ക് ചെയ്തിട്ട് എല്ലാം തിന്ന്. നമ്മുടെ ജോക്കുട്ടൻ വന്നിട്ടുണ്ട്. അവന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ചുണ്ട്. 2-3 കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടോ കുരുവൊക്കെ തോഴെ കിടക്കുന്നു. അല്ല പുതിയ നെറ്റൊക്കെ മേടിച്ചിട്ട് നല്ല അടിപൊളിയാക്കി കിണറ്. എന്നാലും തിന്നട്ടെ. അതുങ്ങൾക്കും തിന്നണ്ടേ. അവിടെ ഒരു കിണറുണ്ടല്ലേ. അവിടെ റംബൂട്ടാനുണ്ട് കേട്ടോ. അവിടെ 2-3 ഉണ്ടായി. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ വണ്ടി ഇവിടെ വിനീഷതേ വന്നിട്ടില്ല. വിനീഷ വന്നിട്ട് വേണം ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ. വരുമോ മുതലാളി? നാടൻ ലുക്കുകാരി എന്തോ ആൾക്ക് ജംഗ്ഷനിൽ പോയിട്ട് മേടിക്കാൻ ഭയങ്കര മടി. അവിടെ പോയി മേടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഓണത്തിന്റെ സമയം കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് പിന്നെ ഓണം ആയതുകൊണ്ടാണ് ഉടുത്ത് ഇങ്ങനെ നടക്കണത്. നമ്മള് ഇപ്പൊ ഈ വേഷത്തിൽ ചെല്ലുമ്പോഴത്തേക്കേ ചിലപ്പോ പെട്ടെന്ന് എന്താണെന്നൊക്കെ ചോദിക്കും എന്നുള്ള ഒരു ചിന്താഗതി അവിടെ ഇറങ്ങിയില്ല. അതായത് ഈ ബേക്കറിയിലൊന്ന് മേടിച്ചിട്ട് ബേക്കറിയിൽ ഇവിടെ ഒന്ന് എല്ലാം ഫ്രഷ് ആണ്. ഡെയിലി ഉണ്ടാക്കണമെന്നുണ്ട് ഇവിടെ. ഞാൻ ഇവിടെ വന്നിട്ട് ബ്രെഡൊക്കെ കൊടുക്കും. നല്ല പച്ച റൊട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടും. പപ്പയമ്മച്ചിയൊക്കെ അവിടെ നിന്ന് എത്താറായിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഡ്രസ് ഈ ലുക്കിൽ എങ്ങനെ നിക്കണ സമയത്ത് അമ്മച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഡ്രസ്സിൽ തന്നെ നിന്നിട്ട് റിയാക്ഷൻ ഒന്നുമില്ല. പറയാലോ. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് നിൽക്കണേണ്. അപ്പൊ അമ്മച്ചി വരുമ്പോ കാണാട്ടെ. അമ്മച്ചി വന്നപ്പോഴൊക്കെ ചന്ദ്രയിൽ വന്നേക്കണ പോലെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ബിനീഷയുടെ ലുക്ക്? ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് മാറിയില്ല. അവിടെ ഞാൻ പറഞ്ഞേ അമ്മച്ചിനെ കാണിക്കട്ടെ. അമ്മച്ചിനെ കാണിച്ചായിട്ട് ഞാൻ ഓർമ്മ മറ്റേത് മതി എന്നിട്ടാണ് കൊടുത്തത്. ആദ്യം ഓർമ്മ കൊടുത്തത് ഫോട്ടോ മഴയൊക്കെ ശ്വാസം കിട്ടുള്ളൂ തോന്നുന്നു. എവിടെ വെച്ചാൽ മഴ ഇവിടെ അടുത്തെത്താറായപ്പോഴല്ല ഒത്തിരി വെള്ളം കുടിച്ച് പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പ അവിടെ വണ്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്.
ബട്ടർ ബൺ വേണ്ടെന്ന് പറയാൻ വെച്ച് വേണ്ടെന്ന് ഒന്നും പറയില്ല. എല്ലാം വേണം. എല്ലാം തിന്നിട്ടേ പോകുള്ളൂ. പിന്നെ എന്ത് കാര്യം ഇരിക്കാൻ വേണ്ടെന്ന് പറയാനായിട്ട്? പിന്നല്ലാണ്ട് ഞാൻ കുത്തിക്കടത്തി വളർത്തിയതാണ്. എന്നെ നീ കുത്തിക്കടത്തട്ടെ, കടത്തണ്ട. ഇത്ര നാള് ഞാൻ മടിയിൽ കിടത്തിയാണോ നിന്നെ കുറച്ചാണ് ഞാൻ നിന്റെ പപ്പ ഏതാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. പപ്പ സ്പ്രൈറ്റ് പപ്പ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട്. ഇല്ല, ഞാൻ പാരമ്പര്യ വെള്ളപ്പൊക്ക്. പിന്നെ നല്ല വെയിലായിരുന്നടാ അങ്ങനൊക്കെ. നല്ല വെയിലായിരുന്നത്. ഇപ്പൊ ഒറ്റടിക്ക് ഒരു മഴ പെയ്യുന്ന മഴ ഫോട്ടോന്റെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നന്നായിരുന്നു.